ഇതാണ് പാകിസ്ഥാൻ. അവർ ശ്രമിക്കുന്നത് നമ്മളുടെ മിലിറ്ററി കേന്ദ്രങ്ങളെയാണ്. പക്ഷേ ആ മിലിറ്ററി കേന്ദ്രങ്ങളിൽ അവർക്ക് ആക്രമിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് പോകുന്നു. പട്ടാളത്തെ വിട്ട് പൗരന്മാരിലേക്ക് തിരിയുന്ന പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യ പ്രതിരോധം വിട്ട് പ്രത്യാക്രമണത്തിലേക്ക് പോയപ്പോഴോ എന്താണ് പാകിസ്ഥാന് സംഭവിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാന് സംഭവിച്ചത് പാകിസ്ഥാന്റെ ഏറ്റവും വിലപിടിപ്പുള്ള 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ ഒരു വിമാനം വീണു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു F-16 ആണ്, 2 AF-17 യുദ്ധവിമാനങ്ങളാണ്. മറ്റൊന്ന് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. അത് പഞ്ചാബിലെയും ലാഹോറിലെയും എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകരാറിലായിട്ടുണ്ട്. പാകിസ്ഥാന് നഷ്ടം മാത്രമാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് കാര്യമായ നഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ല. പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ കാഷ്വാലിറ്റിയും. HQ-9 മിസൈൽ പ്രതിരോധ സംവിധാനം, പാകിസ്ഥാന്റെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേര് HQ-9P എന്നാണ്. HQ-9 മിസൈൽ പ്രതിരോധ സംവിധാനം തകർന്നു തരിപ്പണമായി. അത് ലാഹോറിൽ തകർന്നു, അത് പഞ്ചാബിൽ തകർന്നു. 50 ഡ്രോണുകളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ആക്രമണങ്ങളിൽ. തകർന്നു വീണ ഫൈറ്റർ പ്ലെയിൻ കൂടി ഞാനിന്ന് പരിചയപ്പെടുത്താം. ഇതാണ് F-16. യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാൻ്റെ വജ്രായുധമാണ്. നമുക്ക് റാഫേൽ എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കൻ നിർമ്മിതമായ F-16 ഒരു കോഡ് നെയിം ഉണ്ട് കേട്ടോ. F-16 കോഡ് നെയിം എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നാണ്. പോരാട്ടം തുടരുന്ന പരിന്ത് എന്നാണ് ഇതിൻ്റെ ഫാൽക്കൺ. പ്രേക്ഷകർക്ക് കാണാം ഇതിൻ്റെ പോർമുനകളിൽ മിസൈലുകൾ വഹിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം 1 2 3 4 5 6 7 8 9 ബഹുദൂര വലിയ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഫൈറ്റർ പ്ലെയിൻ ആണ്. ലൈറ്റ് വെയ്റ്റ് കോമ്പാക്ട് ഫൈറ്റർ പ്ലെയിൻ ആണ് F-16 എന്നുള്ളത്. ഈ F-16 അമേരിക്കൻ നിർമ്മിതമാണ്. അമേരിക്കയിൽ നിന്ന് വലിയൊരു ബാച്ച് F-16 പ്ലെയിൻ റഫേൽ വാങ്ങുന്ന സമയത്ത് പാകിസ്ഥാൻ വാങ്ങിയിരുന്നു. 7 സ്ക്വാഡ്രണുകളിൽ എല്ലാ സ്ക്വാഡ്രണുകളിലും നിലവിൽ ഈ ഫൈറ്റർ പ്ലെയിനുകൾ അമേരിക്കയ്ക്കുണ്ട്. ഇത് വളരെ എക്സ്പെൻസീവായ ഫൈറ്റർ പ്ലെയിൻ തന്നെയാണ്. പക്ഷേ റഫേലിന് അത്ര വരില്ല. 25ഓളം രാജ്യങ്ങളിൽ അമേരിക്ക കയറ്റുമതി ചെയ്യുന്നുണ്ട് F-16. അതിൽ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിലെ F-16 പോർ വിമാനമാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ S-400 സിസ്റ്റം ഉപയോഗിച്ച് തകർത്തത്. കൂടാതെ 2 JF-17 പോർ വിമാനങ്ങൾ കൂടി തകർത്തിട്ടുണ്ട്. ഇതാണ് JF-17. JF എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫൈറ്റർ എന്ന് പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സംയുക്ത സംരംഭമാണ് JF-17. പാകിസ്ഥാൻ്റെ തന്നെ ഏവിയേഷൻ വിഭാഗം 52% ഇതിൻ്റെ ബോഡി പാർട്ടുകൾ നിർമ്മിക്കുന്നത്. ചൈനയാവട്ടെ 48%. അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് F-17 എന്ന് പറയുന്നത്. F-17 F-16 പോലെ തന്നെ ഇന്റർസെപ്ഷന് ശേഷിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ ശേഷിയുള്ള വിമാനമാണ്. പക്ഷേ നേരത്തെ കണ്ട ഈ F-16 പോലെ അത്ര അത്യാധുനികമല്ല JF-17 എന്നുള്ളത്. ഡബിൾ പൈലറ്റ് ഗൈഡഡ് ആണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പരിമിതമായ പോർമുനകളെ വഹിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും സർവെയിലൻസിന് ഉപയോഗിക്കുന്നത്, അതിർത്തിയിൽ നിന്ന് വരുന്ന മറ്റ് ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്, അവയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഷോട്ടുകൾ ഉതിർക്കുന്നത് ആണ് JF-17 ഒരു പ്രത്യേകത. അപ്പോൾ F-16 അത്ര അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പോലും JF-17 വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ പ്രതിരോധത്തിൽ. ഈ JF-17 2 വിമാനങ്ങളാണ് നമ്മൾ തകർത്തത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, നമ്മളുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് HQ-9 എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ S-400 സിസ്റ്റം കാണിച്ചിരുന്നു. ഇതാണ് പാകിസ്ഥാൻ്റെ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം. അലാറം ലഭിച്ച് ഇതിൽ നിന്ന് മിസൈലുകൾ പുറപ്പെടുന്നതാണ് രീതി. ഇത് ചൈനീസ് നിർമ്മിതമാണ്. ഇത് പക്ഷേ ഇന്ത്യയുടെ സിസ്റ്റത്തിൻ്റെ പാതി പോലും ശേഷി നിലവിൽ HQ എയർ ഡിഫൻസ് സിസ്റ്റത്തിനില്ല. ഇതുപോലെയുള്ള HQ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ലാഹോറിൽ പ്രവർത്തിച്ചിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു ബാറ്ററി അടിച്ചു കളഞ്ഞതോടുകൂടി അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നോക്കൂ. ഇതാണ് പാകിസ്ഥാൻ്റെ അവാക്സ്. പാകിസ്ഥാൻ ഏറെ അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്ന ഒരു മെഷീനാണ് അവാക്സ് എന്നറിയപ്പെടുന്ന എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഈ അവാക്സിൻ്റെ പ്രത്യേകത, ഇത് നിരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അവാക്സ് മെഷീൻ എന്ന് പറയുന്നത്. ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അവാക്സ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ Z ഇൻ ദ സ്കൈ എന്നാണ് നമ്മൾ പറയുക. നിരീക്ഷണ സംവിധാനങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത്. ആകാശത്തു നിന്ന് വരുന്ന വ്യോമാതിർത്തിയിലേക്ക് വരുന്ന ഏത് ഡ്രോണുകളെയാണെങ്കിലും മിസൈലുകളെയാണെങ്കിലും പോർ വിമാനങ്ങളെയാണെങ്കിലും നിരീക്ഷിക്കാൻ കഴിയുന്ന പാകിസ്ഥാൻ്റെ വലിയ കരുത്തുറ്റ നിരീക്ഷണ സംവിധാനമാണ് അവാക്സ്. ഇതിലൊരു അവാക്സിനെയാണ്
നമ്മൾ പഞ്ചാബ് പ്രവിശ്യയിൽ അടിച്ചിട്ടത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്രയും മെഷീനറികളാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനകം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു F-16 പ്ലെയിൻ, 2 JF-17, ഒരു അവാക്സ്, കൂടാതെ പാകിസ്ഥാന്റെ HQP-9 സിസ്റ്റത്തിന് ഏറ്റിരിക്കുന്ന കേടുപാടുകളും. ഇതുകൂടാതെയാണ് പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിൽ ബേസിക് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തന്നെ നമ്മൾ കയറി അടിച്ചിരിക്കുന്നു. കറാച്ചി പോർട്ടിൽ പോലും നമുക്ക് ആക്രമണം നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നതേയല്ല. തുടർച്ചയായി ഇന്ത്യയുടെ അതിർത്തിയിൽ, പ്രത്യേകിച്ച് പൂഞ്ചിലും ഉറിയിലും കുപ്വാരയിലും രജൌറിയിലും നിരന്തരം പാക്ഷലാക്രമണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ ശ്രമിച്ചത്. തിരിച്ചടിച്ചപ്പോൾ അത് പാകിസ്ഥാൻ താങ്ങിയില്ല എന്നുള്ളതാണ്. തിരിച്ചടിച്ചാൽ താങ്ങൂല എന്നുള്ള വിവരം പലതവണ നമ്മൾ പറഞ്ഞതാണ്. അപ്പോഴെല്ലാം പാകിസ്ഥാൻ ഇത് ഗൗരവമായി എടുത്തില്ല. പാകിസ്ഥാൻ നിരന്തരം നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രതിരോധം വിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയപ്പോഴാവട്ടെ പാകിസ്ഥാൻ കിടുങ്ങി, പാകിസ്ഥാൻ നടുങ്ങി. പാകിസ്ഥാൻ്റെ നേതാക്കളിൽ പലരും വിമാനം കയറി സ്ഥലം വിട്ടു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിന് 20 കിലോമീറ്റർ അകലെ വരെയും ഇന്ത്യ മിസൈൽ കൊണ്ടിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.